വൈകുന്നേരങ്ങൾ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ഫ്രൈഡ് ആയാലും ജങ്ക് ആയാലും അങ്ങനത്തെ ഏത് ഐറ്റം ആയാലും നമ്മൾ അധികം ചിന്തിക്കാണ്ട് എടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ഡയറ്റും വെയിറ്റ് ലോസൊക്കെ തെറ്റിപ്പോവും. ഭയങ്കര എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി 7 സാൻഡ്വിച്ച് റെസിപ്പീസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ സാൻഡ്വിച്ച് റെസിപ്പി കാണാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യത്തെ സാൻഡ്വിച്ച് റെസിപ്പിക്ക് വേണ്ടത് നമുക്ക് ഒരു ബോയിൽഡ് പൊട്ടാറ്റോ ആണ്. ഇത് നമ്മൾ കുക്കറിൽ 3 to 4 വിസിൽസ് വരുന്നവരെ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഒരു സാൻഡ്വിച്ചിന് ഒരു പൊട്ടാറ്റോ എടുക്കുക. നിങ്ങൾ 2 സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ 2 പൊട്ടാറ്റോ ആ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഉള്ളി, കുറച്ച് പുതിന പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ റവ, പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം നന്നായിട്ട് മാഷ് ചെയ്യുക, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 മൾട്ടിഗ്രെയിൻ ബ്രെഡ് സ്ലൈസസ് ആണ്. അതിൽ നമ്മൾ മാഷ് ചെയ്ത പൊട്ടാറ്റോനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ 2 ബ്രെഡ് സ്ലൈസിൽ ഇതേപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് പാനിൽ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫിൽ ചെയ്ത പാർട്ട് താഴോട്ടാക്കിയിട്ട് ആദ്യം അതിനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ആ സൈഡ് ടോസ്റ്റ് ആകുമ്പോഴത്തേക്കും മുകളിൽ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രെഡ് എപ്പോഴും നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാവൂ. അപ്പോഴും നമുക്ക് ഇൻഡൈജഷൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. പിന്നെ കണ്ടില്ലേ, ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് വന്നു, അതേപോലെ മറ്റേ സൈഡും ടോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അടിപൊളി ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത റെസിപ്പിക്ക് വേണ്ടത് 2 മൾട്ടിഗ്രെയിൻ ബ്രെഡ് സ്ലൈസ് ആണ്. ഇതിൽ നമ്മൾ 1 ടീസ്പൂൺ പീനട്ട് ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇത് ഹോം മെയ്ഡ് പീനട്ട് ബട്ടറാണ്. ഹോം മെയ്ഡ് പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾക്ക് നോക്കിയിട്ട് വീട്ടിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ട, കുറച്ച് ബ്രൗൺ ഷുഗറും വനില എസൻസ് ആണ്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡിനെ ഇതേപോലെ 2 സ്ലൈസായിട്ട് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ മുട്ടയിൽ മുക്കിയ ബ്രെഡ് ടോസ്റ്റിനെ 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ടോസ്റ്റ് റെഡിയാവും. അപ്പം നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയത് 1 ടീസ്പൂൺ എണ്ണ, അതിൽ കുറച്ച് ജീരകം, പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. ആ ഉള്ളിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ആ പച്ചമണം മാറുമ്പോഴത്തേക്കും അതിൽ കുറച്ച് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഈ ഫില്ലിങ്സൊക്കെ നമ്മൾ ആദ്യം രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് യൂസ് ചെയ്യാം, വൈകുന്നേരം സ്നാക്ക് ഐറ്റമായിട്ടും ഇതിനെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ബ്രെഡിൽ വയ്ക്കുക, ടോസ്റ്റ് ചെയ്യുക. അപ്പം പെട്ടെന്ന് പണിയും കഴിയും. നല്ല ഹെൽത്തി ഓപ്ഷനും ഫില്ലിംഗ് ഓപ്ഷനുമാണ്. അതേ സമയത്ത് ടേസ്റ്റിന് ഒട്ടും കുറവും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ഐറ്റംസാണ് ഇതൊക്കെ. അപ്പം നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് പീനട്ട് ആഡ് ചെയ്യുക. പീനട്ട് എക്സ്ട്രാ ക്രഞ്ചും പിന്നെ ഗുഡ് ഫാറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതിനെ നമുക്ക് ബ്രെഡിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ബ്രെഡിനെ 2 സൈഡും ഗീ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ 2 ഹാഫായിട്ട് മുറിച്ചിട്ട് കണ്ടില്ല, നിങ്ങൾക്ക് നല്ല ഫില്ലിംഗ് ഉള്ള സാൻഡ്വിച്ച് റെഡി. അപ്പോൾ അടുത്ത റെസിപ്പിയിലോട്ട് കിടക്കുക. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെള്ളുള്ളി ഇട്ടിട്ട് വെള്ളുള്ളിനെ ഒന്ന് വാട്ടിയിട്ട് അതിൽ കുറച്ച് ഉള്ളി ആഡ് ചെയ്യാം.
ഉള്ളി ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് മഷ്റൂം ആഡ് ചെയ്യാം. മഷ്റൂം ഹൈ ഇൻ പ്രോട്ടീൻ ആൻഡ് ഹൈ ഇൻ ഫൈബറാണ്. അറ്റ് ദ സെയിം ടൈം ലോ കാലറി ഫുഡുമാണ്. സോ നമുക്കിതിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് റെഡ് ചില്ലി പൗഡറും പിന്നെ കുറച്ച് കൊറിയാണ്ടർ പൗഡറും ആഡ് ചെയ്തിട്ട് ഇതിനൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. മഷ്റൂം കുക്ക് ചെയ്യുമ്പം എപ്പോഴും കുറച്ച് മീഡിയം ഫ്ലെയിം ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അതിൽ നന്നായിട്ട് വാട്ടർ ഉണ്ടാവും. അപ്പം നമുക്ക് അഡീഷണലി വാട്ടർ ഇടേണ്ട ഒരാവശ്യമില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് സോട്ടേ ആയിട്ട് വരും. ഇതിനെ നമ്മൾ മൾട്ടിഗ്രെയിൻ ബ്രെഡിൽ നന്നായിട്ട് ഫില്ല് ചെയ്യുക. നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പം എപ്പോഴും ഫില്ലിങ് കൂടുതലിടാൻ ശ്രമിക്കുക. പിന്നെ ഇതിനെ രണ്ട് സൈഡും ഗീ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അടുത്ത സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കുറച്ച് എണ്ണയിൽ സോംഫ് ആഡ് ചെയ്യുക. സോംഫ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അനിയൻ ആഡ് ചെയ്യാം. അതിനെ നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കാം. അനിയൻ സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ 1 ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് ഇല്ലെങ്കിൽ പ്യൂരി ആക്കിയിട്ട് ആഡ് ചെയ്യാം. ഇതിൽ ഞാനിപ്പം ടൊമാറ്റോ പേസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇത് വാട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതിൽ മസാല ആഡ് ചെയ്യാം. കുറച്ച് ടേമറിക് പൗഡർ, കുറച്ച് റെഡ് ചില്ലി പൗഡർ, പിന്നെ കുറച്ച് കൊറിയാണ്ടർ പൗഡറും ആഡ് ചെയ്തിട്ട് ഗരം മസാല ആഡ് ചെയ്താൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഈ മസാല കുക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുക. അപ്പം മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ബാക്കി പച്ചക്കറികളും ആഡ് ചെയ്യാം. ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കമും പനീറും ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ ക്യാപ്സിക്കമിലും പനീറുമിലും കോട്ടാവും. ഇതിലിനി അഡീഷണലായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയാണ് സാൻഡ്വിച്ചിൻ്റെ. അപ്പോൾ സാൻഡ്വിച്ചിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മൾട്ടിഗ്രെയിൻ ബ്രെഡ് എടുക്കുന്നു. ആ മൾട്ടിഗ്രെയിൻ ബ്രെഡിൽ നമുക്ക് പറ്റുന്നത്ര ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഗീ ആഡ് ചെയ്തിട്ട് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളെ സാൻഡ്വിച്ച് റെഡി. അടുത്തത് വളരെ സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഇതിൽ കുക്കിംഗ് ഒന്നുമില്ല. ഇത് നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് പ്രോട്ടീനും ഗുഡ് ഫാറ്റിനും വേണ്ടിയിട്ട് ആദ്യം പീനട്ട് ബട്ടർ ഇടുക. പിന്നെ നമ്മൾ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും, ഏത് ഫ്രൂട്ടായാലും പ്രശ്നമില്ല, എല്ലാ ഫ്രൂട്ട്സും എടുത്തിട്ട് എളുപ്പത്തിലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അടുത്ത സാൻഡ്വിച്ചിന് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് ഉള്ളി, ക്യൂക്കമ്പർ, ക്യാരറ്റ് പിന്നെ ക്യാബേജുമാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. പിന്നെ അതിൽ നമ്മൾ മസാല ചേർക്കുക. ഇതിൽ ക്രഷ് ചില്ലി പൗഡറും കുറച്ച് പെപ്പർ പൗഡറും പിന്നെ ഒറിഗാനോ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എപ്പോഴും ലാസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഈ പച്ചക്കറിയിൽ നിന്ന് വെള്ളം വിടും. അപ്പം നിങ്ങളെ സാൻഡ്വിച്ച് വളരെ സോഗി ആയിട്ടുണ്ടാവും.
ബ്രെഡിന് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് അതിൽ ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങൾ വെജി ലോഡഡ് സാൻഡ്വിച്ച് റെഡിയാവും. ഇന്ന് നമ്മളിവിടെ 7 ഹെൽത്തി സാൻഡ്വിച്ച് ഓപ്ഷൻസ് ആണ് കണ്ടത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്.